കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പ്രതീക്ഷിച്ചതിലും വൈകിയാണ് അവർ നാട്ടിലേക്ക് എത്തിയത്. സമയം രാത്രി 11 മണി കഴിഞ്ഞതിനാൽ ഇന്നിനി മോളെ കാണാൻ പോകാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിൽ ജീവ എത്തിച്ചേർന്നതും ആരുവിൻ്റെ മുഖം വാടി. മോളെ ഇന്ന് തന്നെ കാണാമല്ലോ എന്ന് കരുതി ഇത്രയും നേരം നാട്ടിലെത്തുന്നതും കാത്തിരുന്നിട്ട് നിരാശയാണല്ലോ ഫലം എന്നോർത്ത് ആരുവിന് പിന്നെ ഒന്നിനും മൂടില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ ചെന്നപ്പോഴും അവൾ ഒന്നും കഴിക്കാതെ വാടിയ മുഖമായി ഇരിക്കുന്നത് കണ്ടതും ജീവ അവൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവൾ വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും ജീവ വിടാൻ ഒരുക്കമല്ലായിരുന്നു. എന്നാൽ ഇതേ സമയം ആകാശും മാളവും അവരുടെ മകന് വാരിക്കൊടുക്കുന്ന തിരക്കിലും. ആകാശ് മാളവിൻ്റെ വായിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞു ചെക്കൻ കുശുമ്പ് കുത്തി അതും അകത്താക്കി കളഞ്ഞു. തിരിച്ചു മാളു ആകാശിന് വായിൽ വെച്ച് കൊടുക്കാൻ നേരം ചെക്കൻ അതും സമ്മതിച്ചില്ല. അത് കണ്ടതും ജീവയും ആരവും അറിയാതെ പുഞ്ചിരിച്ചു പോയിരുന്നു. ദേ ആദ്യ, വേണമെങ്കിലേ വായി തുറന്നു, ഇന്ന് മാത്രം ഇതൊക്കെ പറ്റുള്ളൂ. ഇനി നമ്മുടെ അവസ്ഥയും ഇതുപോലെ ആയിരിക്കും. നാളെ മോള് നമ്മുടെ കൂടെ വരികയല്ലേ. ജീവ പറഞ്ഞത് കേട്ടതും ആരുവിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ആകാശും മാളവും ജീവയുടെ വില്ലയിലേക്ക് തന്നെയാണ് പോയത്. മാളു അവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അവൾക്ക് ആ വീട് ഒരുപാട് ഇഷ്ടമായി. അവർക്ക് ഗസ്റ്റ് റൂം കാട്ടിക്കൊടുത്തു. ജീവ ആരുവിനെയും കൊണ്ട് സ്റ്റെയർ കയറി. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ സ്വർഗത്തിലേക്ക് വീണ്ടും എത്തിച്ചേർന്നതും പേരറിയാത്ത ഒരനുഭൂതി ആരുവിനെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. ജീവ ബെഡ്റൂമിൻ്റെ ഡോറും തുറന്ന് അവളെ നോക്കിയപ്പോൾ അവളൊരു പുഞ്ചിരിയാലെ മുറിക്കുള്ളിലേക്ക് കയറി. ജീവ ഡോറടിച്ച് ലോക്കിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങി. മുറി മൊത്തം കണ്ണോടിച്ച് ആരുവിൻ്റെ നോട്ടം ചെന്ന് നിന്നത് നൈനുവിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോയിലേക്കും. ആ ഫോട്ടോ അവൾ മതിവരാത്ത പോലെ കുറച്ചു നേരം നോക്കി നിന്നു. ഷർട്ടും ബനിയനും അഴിച്ചു മാറ്റിയ ജീവ കാണുന്നത് ഈമ ചിമ്മാൻ പോലും മറന്നുകൊണ്ട് തൻ്റെ കൂടെയുള്ള നൈനുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുന്ന ആരുവിനെയും. വാർഡ്രോബിൽ നിന്നും അവൻ ഏറ്റവും പ്രിയപ്പെട്ട നീലയും ചന്ദന കളറും ഇടകലർന്ന ധാവണി എടുത്ത് ബെഡിലേക്ക് എടുത്തു വെച്ച് അവളുടെ പിന്നിലൂടെ ചെന്ന് അവളുടെ തോളിലൂന്നി നിന്ന് വയറിലൂടെ കൈയിട്ട് ചുറ്റുപിടിച്ചതും ആരുവിൻ്റെ ശരീരം വിറപ്പൂണ്ടു. എത്രയോ നാളുകൾക്ക് ശേഷം അവൻ അതുപോലെ പിടിച്ചതും അവളിൽ വെപ്രാളവും പരവേശവും വന്ന് നിറയുന്നുണ്ടായിരുന്നു. ഹൃദയതാളം ഉയർന്നു വന്നു. അത് മനസ്സിലായെന്ന പോലെ ജീവ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തിയിരിപ്പാണ്. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു, ആദ്യ, എന്തായത്? എന്നെ ആദ്യമായി കാണുന്ന പോലെ. ഇങ്ങോട്ട് നോക്ക് പെണ്ണെ എന്നും പറഞ്ഞ് അവളുടെ നഗ്നമായ ഇടുപ്പിൽ പിടിമുറുക്കി അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചതും അവളുടെ നെഞ്ചിടിപ്പേറി വന്നു. അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയതും അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ്റെ ചുണ്ടുകൾ ഇടതടവില്ലാതെ അവളുടെ കഴുത്തിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. ജിച്ചേട്ട, വേണ്ട വേണ്ട ജിച്ചേട്ട, വിട്ട്. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി നോക്കി. ആദ്യ, നീ എന്താ ഇങ്ങനെ? ഞാൻ നിന്നെ ആദ്യമായി തൊടുന്നതൊന്നും അല്ലല്ലോ. എന്തിനാ എന്നോടിങ്ങനെ പെരുമാറുന്നത്? ജീവയുടെ ഉള്ളിലെ നിരാശയും സങ്കടവും ആരും തിരിച്ചറിഞ്ഞിരുന്നു. അതല്ല ചിച്ചേട്ടാ, എനിക്ക് മോളെ കാണാതെ ഇങ്ങനെയൊക്കെ വേണ്ട, അവൾ വന്നിട്ട് മതി. ആര് വാക്കുകൾ പെറുക്കിക്കൂട്ടിക്കൊണ്ട് പറഞ്ഞതും നിരാശ മൂടിയ ജീവയുടെ മുഖം വിടർന്നു. ഓ, അതാണോ എൻ്റെ തൊട്ടാവാടിയുടെ പ്രശ്നം? മോള് വന്നാൽ ഇങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ അവൾ ഉറങ്ങാൻ കാത്തിരിക്കണം. അവളുടെ സ്വഭാവം വെച്ച് അപ്പോഴേക്കും നീ ഉറങ്ങിക്കാണും. അതുകൊണ്ട് ജിച്ചേട്ടൻ്റെ ആദ്യ കൊച്ച് പെട്ടെന്ന് ഫ്രഷായി ദോ ആ ധാവണി എടുത്തു വന്നേ എന്നും പറഞ്ഞ് ബെഡിലേക്ക് ചൂണ്ടിക്കാട്ടിയതും ആരും അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോഴോ? നേരെ ഒരുപാട് വൈകിയില്ലേ, ഇനി വേണോ? ആദ്യ പ്ലീസ്, എൻ്റെ ഒരാഗ്രഹമല്ലേ പ്ലീസ്. അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ സമ്മതമെന്നോണം തല കുലുക്കി. ഞാനെന്നാ ഫ്രഷായിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് നടക്കാനൊരുങ്ങവേ അവളുടെ കയ്യിൽ ജീവയുടെ പിടി വീണു. എന്താ എന്ന പോലെ അവൾ അവനെ നോക്കിയതും അവൻ ആ പഴയ കള്ളച്ചിരിയാലെ ചോദിച്ചു, ഞാൻ കൂടി വന്നോട്ടെ എന്ന്. അത് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നമുക്ക് ഒരുമിച്ച് കുളിക്കാന്നേ. ജീവ പറഞ്ഞത് കേട്ടതും ആരുവിൻ്റെ മുഖം ചുവന്നു തൊടുത്തു. അവൻ്റെ കൈകൾ അവളുടെ സാരിയുടെ പിന്നിലേക്ക് നീണ്ടതും അവളുടെ മിഴികൾ പരൽമീനുകളെപ്പോലെ പിടയ്ക്കാൻ തുടങ്ങി. അവൻ്റെ കൈക്ക് മേൽ അവളുടെ പിടി വീണു. അവൻ്റെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു, അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അവനെയും തള്ളി മാറ്റി വാഷ്റൂമിലേക്ക് ഓടാൻ നേരം അവളൊന്ന് തിരിഞ്ഞു നോക്കാൻ മറന്നില്ല. ആ നോട്ടം ചെന്ന് പതിച്ചത് അവൻ്റെ ഇടനെഞ്ചിലാണ്. ജീവ മറ്റേ മുറിയിലെ വാഷ്റൂമാണ് ഉപയോഗിച്ചത്. ഷവറിനടിയിൽ നിൽക്കുമ്പോൾ ജീവയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. നാളെ ആരുവിനോട് നൈനു എങ്ങനെയാ പെരുമാറുക? അവൾ അമ്മയായി കാണാൻ നൈനുവിന് പറ്റുമോ? തനിക്ക് പകരം മറ്റൊരാളെ അവൾ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തൻ്റെ ആദ്യക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ അവൻ നിന്നുരുകയായിരുന്നു.
എന്ത് വന്നാലും നാളെ തങ്ങളുടെ മകളെ കൂടെ കൂട്ടിയിരിക്കും. അവസാനം ദൃഢമായ ആ ഒരു തീരുമാനം എടുത്ത ശേഷമാണ് ജീവ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയത്. അവൾ കുളിച്ചൊരുങ്ങി വരുമ്പോഴേക്കും ജീവ മുറിയിലില്ലായിരുന്നു. മുടിയൊക്കെ നന്നായി ഉണക്കി കുളിപ്പിന്നൽ കെട്ടി ശേഷം കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സിന്ദൂരം ചാർത്തി കുറച്ചു നേരം അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി നിന്നു. ശേഷം നോട്ടം പിൻവലിച്ച് തിരിയാൻ നേരാണ് അവളുടെ കണ്ണുകൾ ബേബി പിങ്ക് കളറിലുള്ള ടെഡ്ഡി ബിയറിലേക്ക് നീളുന്നത്. അത് കണ്ടത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിറകണ്ണാലെ ആ ടെഡ്ഡിയുടെ അരികിൽ ചെന്ന് അതിനെ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോഴേക്കും പിറകിൽ ആരുടെയോ സാമീപ്യം മനസ്സിലാക്കി ആരും അതവിടെ തന്നെ വെച്ച് നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ മെല്ലെ കൈകൊണ്ട് ഒപ്പിയെടുത്തു. ചിരിയോടെ തിരിഞ്ഞു അവനെ ഒന്ന് നോക്കി. അവൾ ആ ടെഡ്ഡിയെ നോക്കുന്നത് ജീവ കണ്ടിരുന്നുവെങ്കിലും കാണാത്തതുപോലെ നടിച്ചു. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് മൂളിപ്പാട്ടൊക്കെ പാടി മുടി ചീകി ഒതുക്കുന്ന തിരക്കിലാണ് ആള് ഫുൾ റൊമാൻറ്റിക് മൂഡിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ടവലും ചുറ്റി നിൽക്കുന്ന അവനെ അവൾ ഒന്ന് നോക്കിപ്പോയി. ഏറെ നാളുകൾക്ക് ശേഷം അവനെ അങ്ങനെ കണ്ടപ്പോൾ അവൾക്കെന്തോ അവനെ നോക്കാൻ ചലിപ്പ് തോന്നി. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്ന് പരുങ്ങി. അവൻ മിററിൽ കൂടി അവളുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഒപ്പം അവളുടെ പ്രവൃത്തികളും വീക്ഷിക്കുന്നുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവൾ തൻ്റെ മുന്നിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നീല ധാവണിയിൽ നിൽക്കുന്നു. അവൻ തൻ്റെ നെഞ്ചിൽ പതുക്കെ കൈവച്ചു വർദ്ധിച്ചു വന്ന ഹൃദയതാളത്തെ നിയന്ത്രിച്ചു. ഒരിളം പുഞ്ചരിയോടെ അവൻ അവൾക്ക് നേരെ നടക്കുമ്പോൾ ആദ്യമായി അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതീതിയായിരുന്നു അവളിൽ. എന്തിനാണെന്നറിയാത്ത നാണവും ചമ്മലും വെപ്രാളവും അതിൻ്റെ കൂടെ കുഞ്ഞു നൊമ്പരവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും എല്ലാം കൂടിക്കലർന്നുള്ള ഒരു തരം അവസ്ഥയായിരുന്നു അവളിൽ. ജീവ അവളുടെ അരികെ വന്നു. അവൾ അങ്ങനെ നോക്കി നിന്നു. അവളുടെ സൗന്ദര്യം മതി വരുവോളം ആസ്വദിച്ചു. ഇരുവരുടെയും മിഴികളിൽ അന്നേരം പ്രണയസാഗരം തന്നെ ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ കവിളിൽ ചൂണ്ടുവിരലാൽ മെല്ലെ ഒന്ന് തൊട്ടുകൊണ്ട് ചെന്താർ മിഴി പൂന്തേൻ മൊഴി എന്നുള്ള പാട്ട് പാടാൻ തുടങ്ങി. ഈ പാട്ടും ഈണത്തിൽ പാടിക്കൊണ്ടവൻ അവളെ പ്രണയം കൊണ്ട് മൂടി. നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരുവണ്ടായി ഞാൻ മോഹിച്ചു. അവളുടെ ചുണ്ടുകളിലൂടെ പതിയെ വിരലോടിച്ചുകൊണ്ട് ഈ വരികൾ ഒന്നുകൂടി എടുത്തു പാടി. ഇളം തണ്ടുള്ള താമര പോലെ നീ നിന്നപ്പോൾ ഒരു തേനീച്ചയെപ്പോലെ ഞാൻ നിന്നെ ആഗ്രഹിച്ചു. നാണത്താൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന അവളുടെ അതരങ്ങൾ അന്നേരം വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അതരങ്ങൾ അവൻ്റേതാക്കി മാറ്റി. അവൻ അവളുടെ ചെഞ്ചുണ്ടുകൾ എത്ര നുകർന്നിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും അവൾ അവൻ്റെ മുടിയിൽ കുരുത്തു വലിച്ചു. അന്നേരമാണ് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത്. അവളെയും കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടക്കുമ്പോൾ ഇരുവരും പ്രണയത്തിൻ്റെയും അനുഭൂതിയുടെയും മായാലോകത്തായിരുന്നു. അവളുടെ ധാവൺശീല എടുത്തു മാറ്റി മാറിലെ മറനീക്കിയപ്പോൾ അവളുടെ മുഖം നാണത്താൽ പൂത്തുലഞ്ഞു. ഇടുങ്ങിയ ബ്ലൗസിലൂടെ അവളുടെ മാറെടുക്ക് നല്ല പോലെ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒന്നുകൂടി ഭംഗി വെച്ചതുപോലെ അവന് തോന്നി. അവിടെ മുഖം പൂഴ്ത്തി മാറിൻ ചുഴി നാവ് കൊണ്ടൊഴിഞ്ഞതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ മാന്ത്രിക വലയം തീർത്തപ്പോൾ അവൻ്റെ കരങ്ങൾ അവളുടെ മൃദുലമായ മേനിയെ തലോടുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ പകർന്നു കൊടുക്കുന്ന സുഖത്തിൽ മതിമറന്നു പോയിരുന്നു. അന്നേരം പരസ്പരം അറിയാനും അലിയാനും ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അടർന്നു പോകുന്നതും അവൻ്റെ കരങ്ങൾ തൻ്റെ ഉടലിൽ കുസൃതി കാട്ടുന്നതും അവൻ്റെ ചുണ്ടും നാവും തൻ്റെ ശരീരത്തിൽ ഓരോ അണുവിനെയും തള്ളിയുണർത്തുന്നതും ചുംബിക്കുന്നതും അവൾ സ്വപ്നലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടും നാവും പതിയാത്തൊരിടം അവളുടെ ശരീരത്തിലില്ലായിരുന്നു. അവൻ പകർന്നു നൽകുന്ന നിർവചിക്കാൻ പറ്റാത്ത അനുഭൂതിയിൽ അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കൈകൾ അന്നേരം ബെഡിലെ വിരിപ്പിൽ മുറുകിയിരുന്നു. വികാര തീവ്രതയിൽ അവളിൽ നിന്നുതിരുന്ന ശീൽക്കാരവും അവളുടെ പുളച്ചിലും അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ നോക്കി നിന്നു. അവളെ വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു. അവളിൽ ഒരു പെരുമഴയായി പെയ്തിറങ്ങി. 4 വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ മാത്രം വീഞ്ഞിനെ രുചിച്ചു നോക്കിയതും ആ വീഞ്ഞിന് പഴയതിലധികം വീര്യവും രുചിയും കൂടിയതുപോലെ അവന് തോന്നി. തൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഉറങ്ങാനൊരുങ്ങുന്ന പെണ്ണിൻ്റെ കാതോരം ചുണ്ടമർത്തിക്കൊണ്ട് പതിയവൻ പറഞ്ഞു, ആദ്യ, ഐ ഫീൽ ലോങ്ങിങ്. അത് കേട്ടതും അവൾ അവൻ്റെ മൂക്ക് പിടിച്ച് വലിച്ചു കൊഞ്ചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇങ്ങനെ കൊതി തോന്നിയാ ഞാൻ തളർന്നു പോവില്ലേ?
എൻ്റെ തൊട്ടാവാടി ശരിക്കും തളർന്നോ? അവളുടെ ചുണ്ടിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പിന്നല്ലാതെ, ഇതിപ്പോൾ എത്രയെന്ന് മോന് വല്ല ബോധമുണ്ടോ? മതി, നമുക്ക് നാളെ രാവിലെ മോളെ കാണാൻ പോകാനുള്ളതല്ലേ എന്നും പറഞ്ഞ് അവനെ ഇറുകെ പുണർന്നതും ജീവയും അവളെ പൊതിഞ്ഞു പിടിച്ചു. നാളെയുടെ മനോഹര നിമിഷങ്ങൾ ഓരോന്നും സ്വപ്നം കണ്ടു ഇരുവരും നിദ്രയെ പുൽകി. 2 ദിവസം മുന്നേ തിരിച്ചുപോയ ജീവയുടെ കാർ വീണ്ടും വീട്ടുമുറ്റത്ത് വന്ന് നിർത്തിയതും വരാന്തയിലിരിക്കുകയായിരുന്ന അരുണിൻ്റെയും കിഷോറിൻ്റെയും മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നി മാഞ്ഞു. ജീവയും ആകാശം മാളവും വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഇരുവരിലും പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അരുണിൻ്റെയും കിഷോറിൻ്റെയും മുഖത്ത് ഞെട്ടലാണ് ഉണ്ടായത്. ആരു? 2 പേര് ആ നിമിഷം പറഞ്ഞു പോയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ ആര് ഓടിച്ചെന്ന് അരുണിനെ ഇറുകെ പുണർന്നു. എടി ആരു, നീ? അരുണിന് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മോളെ, ആരു, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്തിനാ അങ്ങനെയൊക്കെ? കിഷോറിൻ്റെ ശബ്ദം കേട്ടതും അവൾ അയാളെ പുണർന്നുകൊണ്ട് പറഞ്ഞു. സോറി ചെറിയച്ച, എന്നോട് ക്ഷമിക്കണേ ചെറിയച്ച. അരുൺ, കിച്ചുവേട്ടാ, ആരാ അവിടെ വന്നിരിക്കുന്നത്? അകത്തിൽ നിന്ന് ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും ആരു അവരോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ശബ്ദം കേട്ട മുറിയിലേക്ക് ചെന്നു. ലക്ഷ്മിയമ്മേ, ആരു നിറഞ്ഞ കണ്ണാലെ വിളിച്ചു. അവളുടെ കണ്ണുകൾ ലക്ഷ്മിയുടെ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന കുഞ്ഞിലേക്ക് നീണ്ടതും കണ്ണുകൾ ആർത്തു പെയ്യാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത ആളെ മുന്നിൽ കണ്ടതും ലക്ഷ്മിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായിരുന്നു. സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. തന്നെ കണ്ണുമിഴിച്ചു നോക്കുന്ന ലക്ഷ്മിയുടെ നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് ആരു കുഞ്ഞിനരികിലേക്ക് നീങ്ങി. ലക്ഷ്മിയമ്മേ, എൻ്റെ മോള് എന്നും പറഞ്ഞു മുട്ടിലൂന്നിയിരുന്ന് അവളുടെ നെറുകയിൽ ഒന്ന് മുത്തി. ആ കാഴ്ച ലക്ഷ്മിയുടെ മനസ്സിലെവിടെയോ കൊളുത്ത് വലിക്കുന്നുണ്ടായിരുന്നു. മോളെ ഇങ്ങോട്ട് നോക്കടാ, ഇതേ മോളുടെ അമ്മയാ ഞാൻ എന്നും പറഞ്ഞു അവളുടെ കവിളിലൂടെ പതിയെ തലോടിക്കൊണ്ട് വിളിച്ചതും ലക്ഷ്മി പറഞ്ഞു, വിളിക്കണ്ട, ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. രാത്രി മുഴുവൻ നല്ല പനിയായിരുന്നു, അതുകൊണ്ട് രാത്രി ഒരു പോള കണ്ണടച്ചില്ലായിരുന്നു. എന്തോ ലക്ഷ്മിയുടെ ആ പറച്ചിലിൽ ആരുവിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞു വേദന പോലെ തോന്നി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് ലക്ഷ്മിക്ക് ബോധ്യമാവുന്നത്. തൻ്റെ മനസ്സും ബുദ്ധിയും തമ്മിൽ നടത്തുന്ന മൽപ്പിടുത്തത്തിനിടയിൽ പറഞ്ഞു പോയതായിരുന്നു അവളത്. ഒടുവിൽ മനസ്സിലെ ചിന്തകളെ പാടെ മായ്ച്ചു കളഞ്ഞു. ബുദ്ധി പറയുന്നത് പോലെ പ്രവർത്തിച്ചുകൊണ്ട് നൈനുവിനെ ഉണർത്താതെ മെല്ലെ എഴുന്നേറ്റ് ആരുവിനെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ മോള് നിന്നെ പോലെയല്ല, ഇത്തിരി വാശിയും കുറുമ്പും കൂടുതലാ. എഴുന്നേറ്റ് കരഞ്ഞാലോ എന്ന് കരുതി പറഞ്ഞതാ. ഞങ്ങളെയൊക്കെ തീറ്റിച്ചിട്ട് എൻ്റെ ആരുമോൾ എവിടെ പോയതായിരുന്നു? ലക്ഷ്മിയമ്മ, ഞാൻ. അപ്പോഴേക്കും ജീവയും ബാക്കിയുള്ളവരൊക്കെ മുറിയിലേക്ക് വന്നു. ബെഡിൽ ക്ഷീണിച്ച് ഔഷധയിൽ കിടന്നിറങ്ങുന്ന നൈനുവിലേക്ക് ജീവയുടെ കണ്ണുകൾ പതിഞ്ഞു. മോള് നല്ലതുപോലെ ക്ഷീണിച്ചു പോയല്ലോ, എന്തെങ്കിലും വയ്യായ്മയുണ്ടോ? ഒരച്ഛൻ്റെ ആദ്യോടെ ജീവ അത് ചോദിച്ചു അവളുടെ അരികിലിരുന്നു. 2 ദിവസമായിട്ട് തുടങ്ങിയ പനിയാണ്, ഡോക്ടറെ കണ്ടിരുന്നു, കുറഞ്ഞില്ലേൽ ഒന്നുകൂടി കാണിക്കണം, കിഷോർ പറഞ്ഞു. ആരും ജീവയും നൈനുവിൻ്റെ ഇരു സൈഡിലായി വരുന്ന് അവൾ ഉണരുന്നതും നോക്കിയിരുന്നു. ആരുവിൻ്റെ കൈകൾ നൈനുവിൻ്റെ മുടിയിഴകളെ തലോടുന്നുണ്ടായിരുന്നു. ആകാശം മാളവും അവിടെ നിന്ന് പെട്ടെന്ന് മടങ്ങി. മേലയിടത്തേക്കാണ് അവർ പോയത്. ആരു ജീവനോടെയുള്ള കാര്യം അന്നേരം ആകാശ് എല്ലാവരുമായി പങ്കുവെച്ചിരുന്നു. അവിടുന്ന് 2 മണിക്കൂർ കഴിഞ്ഞാണ് നൈനു ഉണരുന്നത്. ലക്ഷ്മിക്ക് പകരം താൻ മറ്റാരുടെയോ മാറോരം പറ്റിച്ചേർന്നിട്ടാണുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ നൈനു ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് അമ്മേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. മോള് കരയല്ലേ, ഞാൻ മോളുടെ അമ്മയാ. ആരു നൈനുവിൻ്റെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് നിറക്കണ്ണുകളോട് പറഞ്ഞതും നൈനു അവളെ ഒന്ന് നോക്കി പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ അമ്മയല്ല, നിങ്ങൾ പപ്പയുടെ അല്ലേ? നൈനുവിൻ്റെ അമ്മ ലക്ഷ്മിയാ. നിങ്ങൾ ആരു ചേച്ചിയാ, പപ്പയുടെ ആരു ചേച്ചി. അത് കേട്ടതും ആരും ആഗ്രഹിച്ചു പോയി ഭൂമി 2ആയി പിളർന്ന് താൻ അതിലൂടെ താഴേക്ക് ഒലിച്ചു പോയിരുന്നെങ്കിലെന്ന്. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നത് കണ്ടതും ജീവൻ നൈനുവിനെ പറഞ്ഞ് തിരുത്താൻ നോക്കി. അല്ല മോളെ, ഇത് മോളുടെ അമ്മയാണ്, സ്വന്തം അമ്മ. അല്ല പപ്പേ, നൈനുവിൻ്റെ അമ്മ ഇതല്ല എന്നും പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങിയതും ലക്ഷ്മിയും കിഷോറും ഓടിയെത്തി. ആരുവിനും ജീവയ്ക്കും വേണ്ടി അവർ വേദന അടക്കി പിടിച്ച് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. ലക്ഷ്മിയെ കണ്ടതും നൈനു ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, അവർ പറയുക അവരാണ് എൻ്റെ അമ്മയെന്ന്. അല്ലെന്ന് പറഞ്ഞു കൊടുക്കുക അമ്മ. പറഞ്ഞതും ലക്ഷ്മി അവളെ വാരിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. നൈനു ലക്ഷ്മിയുടെ തോളിൽ മുഖം പൂഴ്ത്തി കിടന്നതും ആര് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ എല്ലാം നോക്കി നിന്നു. ഒടുവിൽ വിതുമ്പൽ അടക്കി പിടിച്ച് മുറിവിട്ടിറങ്ങുമ്പോൾ ജീവ പിന്നാലെ ചെന്നുവെങ്കിലും അവൻ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. മറ്റൊരു മുറിയിലിരുന്ന് വിതുമ്പി കരയുന്ന ആരുവിനെ ജീവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. ജിച്ചേട്ടാ, നമ്മുടെ മോള് പറയുന്നത് കേട്ടോ, ഞാൻ അവളുടെ അവളുടെ അമ്മ ലക്ഷ്മി അമ്മയാണെന്ന്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കി കൊടുത്തതല്ലേ,
എൻ്റെ മോളുടെ ജീവിതം എൻ്റെ ജാതകദോഷം കാരണം നശിച്ചു പോകരുതെന്ന് തോന്നി. അതാ ഞാൻ അവളെ ഇട്ടേച്ച് പോയത്. ആദ്യം ഇങ്ങനെ കരയല്ലടി, അവൾ കുഞ്ഞല്ലേ, അവൾക്ക് എന്തറിയാം, നീ ഇങ്ങനെ കരയാതെ. ഞാൻ അവളെ 10 മാസം വയറ്റിലിട്ട് നൊന്ത് പറ്റ അമ്മയല്ലേ. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും സങ്കടം വരില്ലേ? എൻ്റെ മോള് എന്നെ വിളിക്കുന്നത് ആരു ചേച്ചിയെന്ന്, അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരില്ലേ ജിജേട്ടാ? അവളെൻ്റെ മുഖത്ത് ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ ജിജേട്ടാ. ഞാൻ കാത്തിരുന്നത് വെറുതെ ആയല്ലോ ജിജേട്ടാ. ആരുവിൻ്റെ സങ്കടം കണ്ടതും ജീവയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനം എടുത്തു. നമ്മൾ അവളെ ഇന്ന് തന്നെ കൊണ്ടുപോകും, പിന്നെ അവൾ നിൻ്റെ അരികിൽ തന്നെ ഉണ്ടാവില്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കിഷോർ അങ്ങോട്ടേക്ക് വന്നത്. മോളെ കൊണ്ടുപോവാനാണ് ജീവയുടെയും ആരുവിൻ്റെയും വരവെന്ന് കിഷോറും ലക്ഷ്മിയും മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിലും കൊണ്ടുപോകരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. കിഷോർ ആലോചിച്ചു പോയി. കിഷോറിനെ കണ്ടതും ആരു ജീവയുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി എഴുന്നേറ്റ് നിന്നു. മോളിങ്ങനെ സങ്കടപ്പെടല്ലേ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവളെല്ലാം അംഗീകരിച്ചോളും. എപ്പോഴാ അവളെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതെ കിഷോർ ചോദിച്ചു. ഇന്ന് തന്നെ. ജീവയുടെ മറുപടി പെട്ടെന്നായിരുന്നു. എങ്കിൽ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ അവൾ കരഞ്ഞാലോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ജീവ ഒന്ന് അമർത്തി മൂളി. അവൻ്റെ ഉള്ളിൽ വീണ്ടും അവരോടൊക്കെ ദേഷ്യം വന്ന് നിറയുന്നുണ്ടായിരുന്നു. ഇവർ തൻ്റെ ആദ്യയും തന്നെയും കുറിച്ച് തൻ്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിരുന്നേ അവൾ ഒരിക്കലും തങ്ങളെ അന്യയായി കാണില്ലായിരുന്നു എന്ന തോന്നലിൽ ജീവ ദേഷ്യം കടിച്ചു പിടിച്ച് അവിടുന്നു. ജീവയുടെ സംസാരത്തിൽ അനിഷ്ടം തിരിച്ചറിഞ്ഞ കിഷോർ പിന്നെ അവിടെ നിന്നില്ല. നൈനു ഉണർന്നു കഴിഞ്ഞു. ആരും അവളുമായി പല വിധേന അടുക്കാൻ നോക്കിയെങ്കിലും അവൾ ആരുവിനെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. ഇത് കണ്ടതും ആരും സങ്കടത്താൽ കണ്ണുനീർ പൊഴിക്കുമ്പോൾ തങ്ങളുടെ മകളെ ഇന്ന് തന്നെ ഏത് വിധേനയും കൊണ്ടുപോയിരിക്കും എന്ന തീരുമാനത്തിലായിരുന്നു ജീവ. അവരോട് പറഞ്ഞേക്ക് മോൾ ഉറങ്ങിയെന്ന്. നൈനുവിൻ്റെ മുടിയിലൂടെ പതിയെ വിരലോടിക്കുന്നതിനിടയിൽ ലക്ഷ്മി കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ടവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നതും ഇത്രയും നേരം അടക്കി വെച്ചിരുന്ന കണ്ണുനീർ മുഴുവനും അണപൊട്ടിയൊഴുകി. അവരുടെ മുന്നിൽ വെച്ച് കരയില്ലെന്ന് തീരുമാനിച്ചതായിരുന്നു ലക്ഷ്മി. പക്ഷേ അവൾക്ക് സങ്കടം അടക്കാനായില്ല. കണ്ണുകൾ സാരിത്തലപ്പ് കൊണ്ട് ഒപ്പിയെടുത്തു. നൈനുവിൻ്റെ നെറ്റിയിൽ ചുണ്ട് പതിപ്പിക്കാൻ നേരാണ് ജീവയും ആരും മുറിയിലേക്ക് വരുന്നത്. നൈനുവിനെ പിരിയുന്നതിൽ അവർക്ക് എത്രത്തോളം സങ്കടമുണ്ടെന്ന് ആരും മനസ്സിലാക്കിയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ അവൾ അവിടെ തന്നെ ആയിരുന്നല്ലോ. അതിനിടയിൽ ലക്ഷ്മിയും കിഷോറും നൈനുവും തമ്മിലുള്ള അടുപ്പം, ആ സ്നേഹം, അതൊക്കെ അവൾ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ ലോകം തന്നെ നൈനു ആയിരുന്നുവെന്ന് അരുണിൽ നിന്നും ആരും കേട്ടറിഞ്ഞിരുന്നു. അന്നേരം ആരുവിന് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കാനായില്ല. കിഷോർ നൈനുവിൻ്റെ നെറ്റിയിൽ ചുണ്ട് പതിപ്പിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്ന് തീർന്നു വീണു. ജീവയുടെ ഉള്ളിൽ ആരോടെന്നോ എന്തിനാണെന്നോ അറിയാത്ത ദേഷ്യമാണെങ്കിലും അവനും അവരുടെ സങ്കടം കണ്ടു നിൽക്കാനായില്ല. ഉറങ്ങിക്കിടക്കുന്ന നൈനുവിനെ എടുത്ത് തോളിലിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെയും ഒന്നും പറയാതെയും ജീവ മുറിവിട്ടിറങ്ങിയപ്പോൾ നേരിയ കുറ്റബോധവും നെഞ്ചിലേറി ആരു ലക്ഷ്മിയുടെയും കിഷോറിൻ്റെയും കരം കവർന്നുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആരുവിൻ്റെ മടിയിൽ മോളെ ഇരുത്തി ജീവ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ വണ്ടി മുന്നോട്ടെടുത്തു. ജീവയും ആരും പോയതും നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാൻ പാടുപെടുന്ന കിഷോറിനെ അരുൺ ശ്രദ്ധിച്ചു. കണ്ണിലെന്തോ കരട് പോയെന്ന് തോന്നുന്നു. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ കിഷോർ അതും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അരുണിന് അത് നോക്കി നിൽക്കാനേ ആയുള്ളൂ. തങ്ങളുടെ മുറിയിലെ ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന നയനുവിൻ്റെ ഇരു സൈഡിലായി കിടന്ന് ജീവയും ആരുവും പരസ്പരം കൈകൾ കൂട്ടിപ്പിടിച്ചു മുഖത്തോട് മുഖം നോക്കി. ഏറെ നേരം അങ്ങനെ കിടന്നു. ഇരുവരും കുഞ്ഞിൻ്റെ ഇരു കവിളിലും ഒരേ സമയം ചുംബിച്ചു. നൈനുവിൻ്റെ മേലെ വെച്ചിരുന്ന ആരുവിൻ്റെ കൈക്ക് മേലെ ജീവയുടെ കൈ പതിഞ്ഞു. നഷ്ടപ്പെട്ട തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തിരികെ കിട്ടിയ സംതൃപ്തിയിൽ രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ചു നിദ്രയിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ തന്നെ ആരു എഴുന്നേറ്റു. ജീവയുടെ പറ്റിച്ചേർന്ന് കിടക്കുന്ന നൈനുവിനെ കണ്ടതും ആരുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അച്ഛൻ്റെയും മോളുടെയും കവിളിൽ ഓരോ മുത്തവും കൊടുത്ത് ഫ്രഷായി നേരെ അടുക്കളയിലോട്ട് കയറി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് മോളുടെ കരച്ചിൽ കേൾക്കുന്നത്. ധൃതിയിൽ മുറിയിലേക്ക് ഓടിയതും ജീവ എഴുന്നേറ്റ് കരയുന്ന നൈനുവിനെ സമാധാനിപ്പിക്കുകയാണ് കാണുന്നത്. എനിക്കെൻ്റെ അമ്മയും അച്ഛനെയും കാണണം, എനിക്ക് വീട്ടിലേക്ക് പോകണം. ജീവ എന്തൊക്കെ പറഞ്ഞിട്ടും നൈൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഏറെ നേരം ആരും ജീവയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞിക്ക് അവളെ വീർപ്പിച്ച് വാശി പിടിച്ച് അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരച്ചിലും വാശിയും മണിക്കൂറുകൾ നീണ്ടു നിന്നു. ജീവ അവൾക്ക് വേണ്ടി വാങ്ങിവെച്ച കളിപ്പാട്ടങ്ങളൊക്കെയും കൊടുത്തു നോക്കി. അതൊന്നും അവൾ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ശേഷം ജീവ അവൻ്റെ ഫോണിൽ നിന്നും കാർട്ടൂൺ വെച്ച് കൊടുത്തതും അവൾ ഫോൺ വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് ജീവ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു. ഇനിയിപ്പോൾ കുഞ്ഞിന് വിശക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതി ആരു ഒരു പ്ലേറ്റിൽ ഭക്ഷണവും ഒരു ഗ്ലാസ് പാലുമായി വന്നു. അത് ടേബിളിൽ വെച്ച് മോളുടെ നേരെ തിരിഞ്ഞു. മോൾക്ക് വിശക്കുന്നുണ്ടല്ലേ, നമുക്ക് ബ്രഷ് ചെയ്ത് പാലൊക്കെ കുടിച്ചേ, ഫുഡൊക്കെ കഴിച്ച് കളിക്കണ്ടേ, മോൾക്ക് എന്ത് കളിയാ ഇഷ്ടം,
ആരു സ്നേഹത്തോടെ അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചതും നൈനു ആരുവിൻ്റെ കൈ തട്ടിയെറിഞ്ഞു. വേണ്ട, എന്നെ തൊടണ്ട. നൈനു ആ പറഞ്ഞത് കേട്ടതും ജീവ എന്തോ പറയാൻ വന്നതും പിന്നെ വേണ്ടെന്ന് വെച്ച് മിണ്ടാതിരുന്നു. അവളുടെ വാശി അവന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ പാലും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണവും പാൽ ഗ്ലാസും തട്ടിയെറിഞ്ഞതും ജീവ അവളുടെ അരികിൽ ചെന്ന് അവളെ ദഹിപ്പിച്ച് നോക്കി കനപ്പിച്ചു പറഞ്ഞു, നൈനു, എന്താ നീ കാണിച്ചത്? കൊച്ചുകുട്ടികൾക്ക് ഇത്ര വാശിയും അഹങ്കാരവും പാടില്ല. ജീവയുടെ ദേഷ്യം കണ്ട് ആരു പോലും പേടിച്ചു പോയി. ആരു ജീവയെ ദയനീയമായി നോക്കിക്കൊണ്ട് വേണ്ട എന്ന പോലെ കാണിച്ചു. എന്ത് വേണ്ടെന്ന്? നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാ ഇതൊക്കെ എന്നും പറഞ്ഞ് ജീവ വീണ്ടും നൈനുവിന് നേരെ തിരിഞ്ഞു. നീ എന്തിനാ അതൊക്കെ തട്ടിയെറിഞ്ഞത്? ഭക്ഷണത്തോട് അങ്ങനെ പെരുമാറാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ലെങ്കിലും നല്ലതൊന്നും പഠിപ്പിച്ച് കാണില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയതും നൈനു പേടിച്ച് വിറച്ചു ആരുവിൻ്റെ പിന്നിൽ മുഖമൊളിപ്പിച്ചു നിന്നു. അതുകൊണ്ട് ആരു കുനിഞ്ഞിരുന്ന് അവളെ ചേർത്ത് പിടിച്ചതും അവൾ ആരുവിൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി പേടിയോടെ പറഞ്ഞു, എനിക്ക് പപ്പയെ പേടിയാ. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് അമ്മയെ കാണണം, അച്ഛയെ കാണണം. നൈനുവിനെ കാണാതെ അവർ കരയുന്നുണ്ടാവും. എനിക്ക് അവരുടെ കൂടെ നിന്നാൽ മതി. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വിങ്ങിക്കൊണ്ട് ആ കുഞ്ഞ് ഓരോന്ന് പറയുന്നത് കണ്ടതും ആരുവിൻ്റെ കണ്ണ് നിറഞ്ഞു. മോൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ആരു നൈനുവിനോട് ചോദിച്ചു. പക്ഷേ എനിക്ക് അമ്മയും അച്ഛയും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അരുൺ മാമനെയും. അവരില്ലാതെ നൈനുവിന് പറ്റില്ല. അത് കേട്ടതും ആരുവിൻ്റെ ഉള്ളം വിങ്ങി. പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്നതല്ല സ്നേഹമെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അവൾ കുറച്ചു നേരം ആലോചിച്ചു. മനസ്സിൽ ചിലതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് നൈനുവിനോട് പറഞ്ഞു, മോളെ മോളുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടാം. പക്ഷേ മോള് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അനുസരിക്കണം. റെഡിയാണോ? ആര് പറഞ്ഞത് കേട്ടതും നൈനു ആരുവിൻ്റെ തോളിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു, സത്യമാണ് ആരു ചേച്ചി? സത്യം. ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം കേട്ടോ. പക്ഷേ മോൾ ആദ്യം എന്നെ ആരു അമ്മയെന്ന് വിളിക്കണം. പിന്നെ നല്ല കുട്ടിയായി ബ്രഷ് ചെയ്ത് ഫുഡ് കഴിച്ച് കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഭംഗി കെട്ടി സുന്ദരി കുട്ടിയാവണം. സമ്മതിച്ചോ? അവളൊന്ന് മൂളിക്കൊണ്ട് തലയണക്കി. എന്നാ മോളെന്നെ ആരു അമ്മയെന്ന് വിളിച്ചേ? ഞാനൊന്ന് കേൾക്കട്ടെ. ആരും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരു അമ്മ എന്നെ കൊണ്ടുവിടുമല്ലോ അല്ലേ? കൊണ്ടുവിടും എന്നും പറഞ്ഞ് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ആരും അവളുടെ നിറഞ്ഞ കുഞ്ഞിക്കണ്ണുകളൊക്കെ തുടച്ചു കൊടുത്തു, ബ്രഷ് ചെയ്യിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, കുളിപ്പിച്ചു. അവൾക്ക് വേണ്ടി വാങ്ങിച്ചതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്ത് നൈനുവിന് ഇട്ടു കൊടുത്തു. ഭംഗിയിൽ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. കണ്ണെഴുതി കുഞ്ഞു പൊട്ടും വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പം നൈനൂട്ടി ഒന്നുകൂടി സുന്ദരിയായല്ലോ. വീണ്ടും ആരുവിൻ്റെ ചുണ്ടുകൾ നൈനുവിൻ്റെ കവിളിൽ പതിഞ്ഞു. ജീവ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരുവിൻ്റെ മനസ്സിൽ എന്താണെന്നറിയാൻ ജീവ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും നൈനു പേടിയോടെ ആരുവിൻ്റെ മടിയിൽ കയറിയിരുന്നു അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അത് കണ്ട് ജീവ ഒരു പുഞ്ചിരിയാലെ ആരുവിനോട് ചേർന്നിരുന്നു. ഓഹോ, ഇപ്പം ഞാനാണോ പുറത്തായത്? നിങ്ങൾ സെറ്റായല്ലേ എന്നും പറഞ്ഞ് നൈനുവിൻ്റെ പകുതി കാണുന്ന കവിളിലേക്ക് മുഖമുരസി ഇക്കിലുകൂട്ടി. നൈനു ആരുവിനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു. പക്ഷെ ജീവ വിടാൻ ഒരുക്കമല്ലായിരുന്നു. ജീവ അവളുടെ കുഞ്ഞിക്കാലിൽ ഇക്കിൽ കൂട്ടിയപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മെല്ലെ മുഖമുയർത്തി ജീവയെ നോക്കി. പപ്പയോട് നൈനൂട്ടി പിണക്ക? അവളുടെ കുഞ്ഞിക്കവളിൽ മുത്തിക്കൊണ്ട് ജീവ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. സോറി കേട്ടോ, പപ്പ അറിയാതെ വഴക്ക് പറഞ്ഞതല്ലേ. മോള് പിണങ്ങിയ പപ്പക്ക് വിഷമാവില്ലേ? പിണങ്ങോ? ജീവയുടെ ചോദ്യം കേട്ട നൈനു ഇല്ല എന്ന പോലെ തലയനക്കി. ഗുഡ് ഗേൾ എന്നും പറഞ്ഞ് ഒന്നുകൂടി അവളുടെ കവളിൽ ചുണ്ട് ചേർത്തുകൊണ്ട് ആരുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു? അമ്മയുടെയും അച്ഛൻ്റെയും അരികിലേക്ക് കൊണ്ടുവിടാമെന്ന് ഞാൻ പറഞ്ഞു. ആര് പറഞ്ഞു? കള്ളം പറഞ്ഞ് എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ കള്ളം പറഞ്ഞതൊന്നല്ല, ശരിക്കും ഞാനിവളെ തിരിച്ചു കൊടുക്കാൻ പോവുക. എങ്ങോട്ടോ മിഴികളൂന്നി അവളത് പറഞ്ഞതും ജീവയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. നീ എന്ത് ഭ്രാന്താണീ പറയുന്നത്? തിരിച്ചു കൊടുക്കുകയോ? അതിനു വേണ്ടിയാണ് നമ്മൾ. അല്ലെങ്കിൽ മുന്നും പിന്നെ ആലോചിക്കാതെയാണല്ലോ നീ ഓരോന്നീ ചെയ്യുന്നത്. അതിൻ്റെയാണല്ലോ നമ്മൾ ഈ കിടന്ന് അനുഭവിക്കുന്നതും. ജീവ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ജിച്ചേട്ടൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഇവളെ വിട്ടുപോകാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഇവളുടെ സ്നേഹം വാശി പിടിച്ച് നേടുന്നതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളെ വരുത്തുള്ളൂ. നേരത്തെ ജിച്ചേട്ടൻ കണ്ടതല്ലേ അവളുടെ പ്രവർത്തികൾ. ഇവളുടെ മനസ്സിൽ ലക്ഷ്മിയമ്മയും ചെറിയച്ഛനാണ് അച്ഛനും അമ്മയും. ആ സ്ഥാനത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയെന്ന് വെച്ചാൽ അത് ഈ കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുമല്ല, അച്ഛനും അമ്മയും അവളിൽ നിന്ന് അകറ്റിയ നമ്മളോട് ഇവൾക്ക് സ്നേഹത്തിന് പകരം വെറുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നേരത്തെ കണ്ടതാണല്ലോ. ആ വെറുപ്പ് ഇനിയും കൂടുന്നതല്ലാതെ കുറയൊന്നും തോന്നുന്നില്ല. അതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഇവളുടെ ഭാവിയാണ്. അതുകൊണ്ട് വേണ്ട. ഇവൾക്ക് എവിടെയാണ് സന്തോഷം എന്ന് വെച്ചാൽ അവിടെ താമസിച്ചോട്ടെ. ആര് പറഞ്ഞത് കേട്ടതും ജീവ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോയി.
അവിടെ നിന്ന് മടങ്ങുമ്പോൾ നൈനുവിന് ആരും ആ ടെഡിയെ സമ്മാനിച്ചിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കാൻ നേരവും മോൾ ഈ ടെഡിയുടെ ഇരു കവളിൽ ഉമ്മ കൊടുക്കണം കേട്ടോ. ഈ കവളി കൊടുത്താൽ അത് പപ്പയ്ക്ക് കിട്ടും, ഈ കവളി കൊടുത്താൽ അത് ആരും അമ്മക്ക് കിട്ടും. ടെഡിയുടെ ഇരു കവിളും ചൂണ്ടിക്കൊണ്ട് ആരും അത് പറഞ്ഞതും നൈനു സമ്മതമെന്നോണം തലയനക്കി. നൈനുവിനെയും തോളിലിട്ട് കാറിൽ നിന്നിറങ്ങിയ ആരുവിനെ കണ്ടതും അരുൺ കിഷോറിനെയും ലക്ഷ്മിയും ഉറക്കെ വിളിച്ചു. ആ വിളി കേട്ടിട്ടാണ് അവർ പുറത്തിറങ്ങി വന്നത്. എന്താ കാര്യമെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്ന കിഷോറിനെയും ലക്ഷ്മിയെയും നോക്കി ആരു ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. നൈനുവിനെ ലക്ഷ്മിയുടെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇവളെ ഞാൻ നിങ്ങൾക്ക് തിരികെ തരുവാണ്. ഇവൾക്ക് നിങ്ങളെ മതിയെന്ന്. ഇവളെ കരയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കണ്ട. എടുത്തോ എൻ്റെ മോളെ, നിങ്ങൾ എന്നെ എടുത്തോളൂ. നിറഞ്ഞ മനസ്സോടെ തരുന്നതാ. അല്ലെങ്കിലും സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ജന്മം കൊടുത്താൽ മാത്രം അച്ഛനും അമ്മയും ആവില്ലല്ലോ. എനിക്കറിയാം നിങ്ങൾ ഇവർക്ക് നല്ലൊരു അച്ഛനും അമ്മയും ആയിരിക്കുമെന്ന്. ആണെന്നും. ആരും അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ തൊണ്ട ഇടറി തുടങ്ങിയിരുന്നു. തൊണ്ടയിൽ ഗദ്ഗതം കുടുങ്ങിക്കിടന്നു. ആരുവിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലക്ഷ്മിയമ്മേ, എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നെക്കാളും നന്നായിട്ട് ലക്ഷ്മിയമ്മ ഇവളെ വളർത്തുമെന്ന് എനിക്കറിയാം. മോളെ ജീവ, അവൻ. അന്നേരം ഹോണടിക്കുന്ന ശബ്ദം കേട്ട് കിഷോർ ചോദിച്ചു. ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. മോളെ ഇട്ടേച്ച് പോവാൻ ആൾക്ക് നല്ല വിഷമമുണ്ട് എന്നും പറഞ്ഞ് ആരും മങ്ങിയൊരു ചിരി സമ്മാനിച്ചു. എന്നാ ഞാൻ പോട്ടെ, ഇനിയും വൈകിയ എന്നെ വഴക്ക് പറയും എന്നും പറഞ്ഞ് നൈനുവിനെ ചുംബനം കൊണ്ട് മൂടി. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങി. അരുൺ, ഒന്ന് വരുമോ? മോളുടെ കുറച്ച് സാധനങ്ങൾ വണ്ടിയിലുണ്ട്, അതൊന്ന് അകത്തേക്ക് എടുത്ത് വെച്ചേക്കെന്ന് ആര് പറഞ്ഞതും അരുൺ വണ്ടി വരെ അവളുടെ പിന്നാലെ ചെന്നു. നൈനുവിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളൊക്കെയും അരുണിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അരുൺ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അത് കണ്ടതും ആരും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എടി, നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ? അവൻ്റെ ചോദ്യം കേട്ടതും അവളൊന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പോട്ടടാ. മോളെ നോക്കിക്കോണേ. കൂടുതലൊന്നും പറയാതെ അവൾ ഡോറും തുറന്ന് വണ്ടിയിൽ കയറി. വണ്ടി അവരുടെ കൺമുന്നിൽ നിന്നും മായുന്നത് വരെ അരുൺ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ അന്നേരം നിറഞ്ഞിരുന്നു. നൈനുവിനെ ചേർത്ത് പിടിച്ച് ലക്ഷ്മിയും കിഷോറും അകത്തേക്ക് നടക്കുമ്പോൾ അരുൺ അവരെ നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആരുവിനെ കുറിച്ചോർത്തപ്പോൾ അവരുടെ സന്തോഷത്തിൽ അരുണിന് പങ്കുചേരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും അവന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇനി എങ്ങോട്ടാ? പുറത്തേക്ക് മിഴികൾ നട്ടിരിക്കുന്ന ആരുവിനെ നോക്കി ജീവ ചോദിച്ചു. അറിയില്ല എന്ന് മാത്രം പറഞ്ഞ് അവൾ വീണ്ടും പുറത്തേക്ക് മിഴികൾ ഊന്നിയിരുന്നു. ഇറങ്ങ്. ജീവയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്നുണർത്തിയത്. ജീവയുടെ കൈയും പിടിച്ച് കടലോരത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ജീവയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അത്രയും നേരം അടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവൻ അവൻ്റെ നെഞ്ചിൽ ഒഴുക്കി കളഞ്ഞു. ജീവയുടെ കൈകൾ അവളെ അന്നേരം ചേർത്ത് പിടിച്ചു, ഒരിക്കലും തനിച്ചാക്കില്ലെന്ന പോലെ. ഇരുവരും അവിടെ നിന്ന് നേരെ ചെന്നത് മേലയിടത്തേക്കാണ്. നൈനു ഇല്ലാതെ അവരുടെ വീട് വെറും ശൂന്യമായിരിക്കുമെന്ന് അവർക്കറിയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടിനിയില്ല. മേലയിടത്തെത്തിയ അവരെ ജീവയുടെ അച്ഛനും അമ്മയും ആകാശിൻ്റെ അച്ഛനായ ഹരിയും അമ്മയും സ്നേഹത്തോടെ സ്വീകരിച്ചു. അബി ആരുവിനെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളെ ഇറുകെ പുണർന്നു. അബി തെറ്റുകളെല്ലാം പറഞ്ഞ് ആരുവിനോട് മാപ്പ് ചോദിച്ചു. എല്ലാവരും ആരുവിനോട് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചോർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു. അവൾക്ക് ആരോടും ദേഷ്യമോ പരാതിയോ പരിഭവമോ ഒന്നുമില്ലായിരുന്നു. മേലയിടത്തെയും പുത്തംപുരക്കിലെയും മൺമറഞ്ഞു പോയവരുടെ ആത്മാക്കളുടെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവയുടെയും ആരുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജീവ അവിടെ നിന്ന് ആരുവിനെയും ചേർത്ത് പിടിച്ച് തിരികെ മടങ്ങുമ്പോൾ ആദിയുടെ കുറുമ്പ് നിറഞ്ഞ ചിരി അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവളൊന്ന് തിരിഞ്ഞു നോക്കിയതും ഒരു പുഞ്ചിരിയാലെ ആദി അവളെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടെ നിന്ന് നടന്നകലും വരെ അത് നോക്കി നിന്നു. പിറ്റേ ദിവസം സിദ്ധു വന്ന് അബിയെ കണ്ടു. ഇരുവരും പരസ്പരം പറഞ്ഞ തെറ്റുകളൊക്കെ തിരുത്തി അബിയെ സിദ്ധു കൂട്ടിക്കൊണ്ടു പോയി. ആരുവും ജീവയും ആകാശിൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് മടങ്ങി. ഇനി നാട്ടിലേക്ക് ഇല്ലെന്നും വൈകാതെ ഇരുവരും US പോവുകയാണെന്നും അച്ഛനും അമ്മയ്ക്കും എപ്പോൾ ഞങ്ങളെ കാണണമെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി, അങ്ങോട്ട് വരാനുള്ള ഏർപ്പാട് ചെയ്യാമെന്നും പറഞ്ഞു ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി.